ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ലഞ്ച് ബോക്സ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് സ്കൂളിലും ഓഫീസിലും ഒക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബേ ലീവ്സ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ 5-6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചതച്ചോ ചെറുതായിട്ട് കട്ട് ചെയ്തോ തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സവാള ഓവറായിട്ട് ബ്രൗൺ കളർ ആവാൻ നിൽക്കേണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് സോഫ്റ്റായി വന്നാൽ മതിയാവും. പിന്നെ ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവാള നന്നായിട്ട് സോഫ്റ്റായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല പൊടിച്ചതാണ്. അതൊരു 1/2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളെടുക്കുന്ന ചോറിൻ്റെ അളവിനനുസരിച്ച് പൊടികളെ അളവൊക്കെ മാറ്റി കൊടുക്കുക. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ മസാലയും ഉള്ളി എല്ലാം കൂടെ ഒന്ന് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് സോഫ്റ്റാക്കി എടുക്കാനായിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക, ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇത്ര തന്നെ മതിയാവും. ഇപ്പോൾ നമ്മുടെ മസാല ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ നമ്മൾ വീട്ടിൽ വേവിക്കുന്ന സാധാ റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ബസ്മതി റൈസോ ജീരക റൈസോ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിപ്പോൾ സാധാ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മസാലയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല പൊടിച്ചതും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു പിഞ്ചളവിൽ ചേർത്ത് കൊടുത്താലും നന്നായിരിക്കും. പിന്നെ കുറച്ച് കറിവേപ്പിലയും 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള മസാല റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്താൽ അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.